ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പച്ചക്കായയും വൻപയറും വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വൻപയർ തലേന്ന് രാത്രി തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തലേന്ന് രാത്രി കുതിർക്കാൻ വിട്ടുപോയെങ്കിൽ ഒരു അരമണിക്കൂർ നേരം നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് കുതിർന്ന വൻപയർ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. കൂടിയ തീയിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ 2 വിസിലും കൊണ്ട് നമുക്ക് ഈ വൻപയർ വെന്ത് കിട്ടും. നമുക്കപ്പോൾ ആ ഒരു സമയം കൊണ്ട് പച്ചക്കായ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സൈസിലുള്ള പച്ചക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്യണം. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലി മുഴുവനായിട്ടും അങ്ങ് കളയണ്ട, ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തുള്ളത് മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. ആ ഭാഗത്തൊരു നാര് പോലെ ഉണ്ടാകും, അതങ്ങ് വലിച്ചു കളഞ്ഞാൽ മാത്രം മതി. ഇനി നമ്മൾ ഈ കായ 4ആയി കീറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കായ അരിഞ്ഞ് ഡയറക്റ്റ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറി ഒരു കറുപ്പ് കളർ അടിക്കും. അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ വേണം നമ്മൾ കായ അരിഞ്ഞെടുക്കാൻ. നല്ല ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരിക്ക് കട്ട് ചെയ്യുമ്പോഴും അപ്പം തന്നെ അതങ്ങ് വെള്ളത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ കായ മുഴുവൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും ഏകദേശം ഒരു 5 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം കൂടി ചതച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിന്ന് ഇതുപോലൊരു ചട്ടിയിലാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് ഈ തേങ്ങ നമുക്ക് ഈ ഒരു എണ്ണയിൽ ചൂടാക്കിയെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചക്കുത്തൽ മാറി കിട്ടും. അപ്പോൾ തേങ്ങ നമ്മൾ ചൂടാക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കായ ചേർത്ത് കൊടുക്കാം. പച്ചക്കായ നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടച്ചു വെച്ച് ഈ കായ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കായ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വൻപയർ വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ വൻപയറിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ വൻപയർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കായും വൻപയറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വൻപയറിലും കായയിലും നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം കായും വൻപയറും രണ്ടും വെന്തതാണ്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം.
അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കായും വൻപയറും തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൻപയർ മാത്രം തോരൻ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ പച്ചക്കായയുടെ കൂടെയോ വാഴക്കാമ്പിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി തോരൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വാഴക്കാമ്പും വൻപയറും തോരൻ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.